ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് മോഷ്ടിച്ച മൊബൈൽ ഫോൺ വിൽക്കാൻ വന്നയാളെ കടയുടമ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. തിരുച്ചമ്പ്ര സ്വദേശി ഷെഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള മൊബൈൽ ഷോപ്പിൽ ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് സംഭവം. ഒരാഴ്ച മുമ്പ് കാണാതായ വളാഞ്ചേരി കൊപ്പം സ്വദേശിയുടെ ഫോണാണ് പ്രദേശവാസിയായ യുവാവ് വിൽക്കാനായി തിരൂരിൽ കൊണ്ടുവന്നത്. സംശയം തോന്നിയ കടയുടമ കോൾ ഹിസ്റ്ററിയിൽ നിന്നും നമ്പർ എടുത്ത് ഫോണിന്റെ ഉടമസ്ഥനെ വിളിച്ചതോടെയാണ് മോഷണം മുതലാണെന്ന് മനസ്സിലായത്. മൊബൈൽ ഫോൺ വിൽക്കാൻ വന്നായിരുന്നു. മൊബൈൽ ഫോൺ വിൽക്കാൻ വന്നപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നിയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ചെക്ക് ചെയ്തു. ഉള്ളിൽ പോയിട്ട് ഫോൺ നമ്പർ ഡീറ്റെയിൽ ചെക്ക് ചെയ്തു. നമ്പർ കിട്ടിയപ്പോൾ അവർ കോൺടാക്ട്സ് കിട്ടി. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് കളവ് പോയതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡൗട്ട് വില കുറച്ച് വിൽക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അത് നമ്മൾ ഫോണിൻ്റെ റേറ്റ് ആക്ച്വൽ പ്രൈസ് എല്ലാവരും വന്നിട്ട് ചോദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നിയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ കളവ് പോയ സാധനം തന്നെയാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ ഓൾറെഡി അവർ കേസ് കൊടുത്തിട്ടുണ്ട് വളാഞ്ചേരി സ്റ്റേഷനിൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ സ്റ്റേഷനിൽ വിളിച്ച് അവർ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. കൊപ്പമാണ്, കൊപ്പമല്ല, കൊപ്പം. ആദ്യം ഞങ്ങൾ ഇവരെ വീട്ടിൽ ഇത് കൺഫേം ചെയ്തു. ഇവരെ വീട്ടിൽ വിളിച്ച് പോയി ചോദിച്ചു. അല്ലല്ല അങ്ങനൊന്നുമില്ല. ഇത് ഇടയ്ക്ക് ഇതേമാതിരി ഓരോരുത്തർ നമുക്ക് ഡൗട്ട് അവർ ചോദിച്ചു. അവർ വളാഞ്ചേരി കൊപ്പമില്ല എന്ന് പറഞ്ഞു. വന്ന ടീം അയാളെന്തോ സുഹൃത്തിൻ്റെ ഫോൺ അവിടുന്ന് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളാണ് പ്രതി. യഥാർത്ഥ പ്രതി ആരെന്നുണ്ടെങ്കിൽ അവർ പോയിട്ട് നോക്കിയിട്ട് തന്നെ വേണം പോലീസ് പറയേണ്ടത്.